ഈ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ ഞാൻ 89 വയസ്സുള്ള ഒരാൾ നടന്നു വരുമ്പോൾ അദ്ദേഹം എന്നെ കൂടെ കയറ്റി കൊണ്ടുപോയി എങ്കിൽ അത് ഭയങ്കര തെറ്റായിപ്പോയെന്നുള്ളതാണല്ലോ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ഈഴവ വിരോധിയാണ് സതീശനെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈഴവനായ എന്നെ, ഒരു പിന്നോക്കക്കാരനായ ഒരു മുഖ്യമന്ത്രി ആ വണ്ടി കയറ്റിയപ്പോൾ സതീശന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്കക്കാരൻ അങ്ങനെ ഒരു വണ്ടി കയറാൻ പാടില്ല. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ കയറാൻ പാടില്ല. അതായത് SNDP ജനറൽ സെക്രട്ടറിന് ഒട്ടും കയറ്റാൻ പാടില്ല. അതായത് അയാൾ പലപ്പോഴും നിങ്ങൾക്ക് വർത്തമാനം കേട്ടിട്ടുണ്ടല്ലോ, അയാൾ ഒരു ഈഴവ വിരോധിയാണ്. തെളിവ് തന്നെ എന്താണ്? KPCCയുടെ പ്രസിഡൻ്റായിരുന്ന ആരായിരുന്നു? സുധാകരൻ, ഒരു ഈഴവനായിരുന്നു. അയാൾ ഇരുന്ന് വിട്ടിട്ടുണ്ടോ? എപ്പോഴും വിമർശനമല്ല, ഞാൻ വിമർശിച്ച് ആ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ആ കരുത്തനായ സുധാകരനെ കളഞ്ഞു. ഇതിപ്പോൾ വാക്കിൽ വളരെ മിടുക്കനായിട്ട് പോകുന്നെങ്കിലും പ്രവൃത്തിയിൽ എന്താകുന്നുള്ളത് ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഞാൻ ആരും വെല്ലുവിളിക്കാനൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ മര്യാദയും ഒരു സമുദായ മര്യാദയും കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ 70 സമുദായം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഒരു കറിവേപ്പിലായിട്ടാണ് ഈ നേതാവ് കണക്കാക്കുന്നു എങ്കിൽ അത് തെറ്റുപറ്റിപ്പോയി. പക്ഷേ ഇദ്ദേഹം ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. കാരണം ഏറ്റവും വർഗീയവാദികളായ ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടയുടെ തണലിൽ അവരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ മതേതരത്വം പറയും, അവർക്കെല്ലാം കൊട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ആണ് ഈ കൊടപിടുത്തം. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിയുടെ കർമ്മം ചെയ്തോട്ടെ, ഞാൻ എൻ്റെ കർമ്മം ചെയ്യും. അതാ അദ്ദേഹം അതിൽ കുറഞ്ഞ് എന്താ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുമ്പോൾ ഭരണം കിട്ടിയാൽ ഉടനെ മുഖ്യമന്ത്രി വേണമല്ലോ. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയാൻ ഘടകകക്ഷിയിൽ ആളുണ്ടാകണ്ടേ? ഈ ഘടകകക്ഷി എന്ന് ആരാണ്? ഇന്ന് ലീഗല്ലേ? ഇന്നിപ്പോൾ ഈ UDF വന്ന ഭരിക്കുന്നത് ആരാണ്? ലീഗായിരിക്കും. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് വരെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പെടുക്കുകയും എല്ലാം മലപ്പുറത്ത് നിന്നല്ലേ ചെയ്തത്, അല്ലാതെ മുഖ്യമന്ത്രി അല്ലല്ലോ കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ഒന്നൊരു സുഖിപ്പിച്ച് നിർത്തി അധികാരത്തിൽ നിന്ന് മുമ്പോട്ട് കയറാനുള്ള ഒരു അടവ് നയമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് ഇലക്ഷൻ കഴിയട്ടെ, നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യമുണ്ട്, ഈ ഗവൺമെൻറ് വന്നതിൽ പിന്നെ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. വളരെ ശാന്തമായിട്ടും എല്ലാവരും സാഹോദര്യ ചിന്തയോടുകൂടി തന്നെയാണ് പോകുന്നത്. ഈ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് മാറാട് കലാപം ഉണ്ടായത്. ഈ ഗവൺമെൻറ് കാലത്ത് ഒരു കലാപം ഉണ്ടായിട്ടില്ല. പിന്നെ അവർക്ക് കലാപം ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ചില ആളുകൾക്ക് നിർബന്ധമുണ്ട്. അതിനാണ് എന്നെ മലപ്പുറം പ്രസംഗം പറഞ്ഞുകൊണ്ട് എന്നെ നിരന്തരം വേട്ടയാടുന്നു. മലപ്പുറം പ്രസംഗം എന്തായിരുന്നു എന്നതിൻ്റെ കാരണം എന്താണെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞ് ക്ലിയറാക്കി. ഒരു സമുദായത്തെ ഞാൻ എതിരായി പറഞ്ഞിട്ടില്ല, മുസ്ലിം സമുദായത്തിൽ ഒട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ ആ മുസ്ലിം ലീഗിൻ്റെ പ്രവൃത്തിയെ പറ്റിയാണ് പറഞ്ഞത്. ഇത് പറഞ്ഞിട്ട് പോലും ഏത്തയിട്ട് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ ഞാൻ പിന്നീട് അവർ നുണ പറഞ്ഞ് അതായത് പട്ടിയെ പേപ്പട്ടിയാക്കുക, ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തന്നെ തല്ലിക്കൊല്ലുക. ആ ഒരു അടവ് നയമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം. അവർ പണ്ടും ചെയ്തിട്ടുണ്ടല്ലോ. ഇത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ ഞാൻ ഒന്ന് ഇവിടെ വെച്ച് പറഞ്ഞു പോവുകയാണ്. ഇതൊരു ക്ഷേത്ര സന്നിധിയും കൂടെയാണ്. NSSുമായിട്ട് ഞങ്ങളെ തമ്മിൽ തെളിച്ചത് ആരാണ്? അന്നെല്ലാം സമരം ചെയ്യിപ്പിച്ചതും നിങ്ങളുടെ ഈ കളി ഇവിടെ ഹൈക്കോടതി ഒന്നും ഞാൻ സമരം ചെയ്തില്ലേ? സംവരണം കാര്യം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു കൂടുന്നതല്ല? ഇവിടെ വെച്ചല്ല ഞാൻ കൂടുന്നത്, അവരുടെ ഓഫീസിൽ വെച്ച് കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം മുമ്പിൽ നിർത്തിക്കൊണ്ട് സംവരണം കാര്യം പറഞ്ഞുകൊണ്ട് എന്നും NS നേതൃത്വമായിട്ട് വഴക്ക്. അവർ പുറകെ നിൽക്കുക, എന്നെക്കൊണ്ട് പുറകെ പണി കാണിക്കുക. എന്നിട്ട് ഭരണത്തിൽ വന്നല്ലോ, എന്നിട്ട് എന്ത് ചെയ്തു? കാരണം LDF ഭരണം മാറി UDF ഭരണം വന്നാൽ നമുക്കെല്ലാം കണലില്ലാത്തെല്ലാം പൊന്നാക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്ത് കിട്ടി, എന്ത് തന്നു?
ഏതായാലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ചതിവുകളുണ്ട്. ഇനി ഏതായാലും NSS നേതൃത്വമായിട്ട് SNDP യോഗം ഒരു കാരണവശാലും ഒരു കൊമ്പ് കോർക്കാൻ തയ്യാറല്ല, അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അവരുമായിട്ട് എന്തിന് ഞങ്ങൾ അനാവശ്യമായിട്ട് കൊമ്പ് കോർക്കണം? കൊമ്പ് കോർത്തിട്ട് എന്താ അനുഭവം ഉണ്ടായി? നമുക്ക് വല്ലതും കിട്ടിയോ? കിട്ടാണ്ട് മേടിച്ച് തന്നോ? പിന്നെ അനാവശ്യമായി ഈ പ്രത്യേകിച്ച് ആദിവാസി തൊട്ട് നമ്പൂതിരി വരെയൊന്നും, അതിനുശേഷം ആദിവാസി തൊട്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്ന SNDP യോഗത്തിന് ഇനി NSSുമായിട്ട് സമരസപ്പെടുത്തി പോവുക എന്നുള്ളതല്ലാതെ അവരുമായിട്ട് ഒരു പിണങ്ങിപ്പോവുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും എന്തോ ആകട്ടെ, ഈ 21-ാം തീയതി കേരളത്തിന് വെളിയിലുള്ള എല്ലാ SNDP യൂണിയൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളുടെ ഒരു വലിയ സമ്മേളനം ആലപ്പി പ്രിൻസിൽ വെച്ച് വിളിച്ചു കൂടിയിട്ടുണ്ട്. അവിടെ വെച്ചതിനെപ്പറ്റി വിശദമായ ചർച്ചകൾ നടത്തിയ ഒരു ധാരണയും തീരുമാനത്തിലും ഞങ്ങളെത്തും. NSSുമായിട്ട് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യണത്? അവരുമായിട്ട് പിണങ്ങിയിട്ട് എന്ത് കാര്യം? പിണങ്ങിയിട്ട് എന്ത് കിട്ടി? അവരുമായിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചത് ആര്? ഈ കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് മാന്തിക്കുകയല്ല ചെയ്തത്. സംവരണ കാര്യമല്ല അവരുമായിട്ടുള്ള തർക്കം എല്ലാം പറയുന്ന നേതാവേ. ഈ സംവരണത്തെ എന്ത് നേടി? അതെ, പോയി. അതിന് ആ സാധ്യതയെ പറ്റി ഒന്നും കുഞ്ഞ് ഞാൻ പറയുന്നില്ല. ഏതായാലും SNDP യോഗം ഇനി NSS നേതൃത്വമായിട്ട് ഒരു സമരസപ്പെടുത്തി പോകണം, അവരുമായിട്ട് ഒരു പിണക്കത്തിൽ പോകുന്നത് ഈ കാലഘട്ടത്തിന് അനിവാര്യമല്ല, യോജിച്ചു പോകണമെന്നാണ് അനിവാര്യമെന്നുള്ളൊരു ചിന്ത ഇന്ന് ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സത്യം ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഞാനത് പറയുകയാണ്. 21-ാം തീയതി SNDP നേതൃത്വം ഈ കാര്യം തീർച്ചയായും ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് അവർ തീരുമാനം ഉണ്ടാവും. ഒരു ഭൂരിപക്ഷ ഐക്യം അത് കേരളത്തിൽ വരുമോ? വീണ്ടും ഭൂരിപക്ഷ ഐക്യം എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ ഐക്യം എന്ന് പറഞ്ഞാൽ ഏതാണ് ഐക്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? NSS മാത്രമല്ല, നായാടി തൊട്ട് നസ്രാണി വരെ പുതിയ മുദ്രാവാക്യമാണ്. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. അവർ പലരും പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അവരിന്ന് ഭയന്ന് ജീവിക്കുകയാണ്. അവർ പലരും എന്നെ സമീപിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ആശയത്തെ പിൻബലം നൽകിക്കൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള നസ്രാണികൾ വരെ എന്നെ വന്ന് കണ്ടുകൊണ്ട് എല്ലാ സഹായവും സഹകരണവും ഞങ്ങൾക്ക് നൽകണം, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ് എന്ത് പിൻബലമാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മാറ്റം വരുത്തി നായാടി തൊട്ട് നസ്രാണി വരെ. BJPയുടെ നിലപാടല്ലല്ല. BJPയുടെ നിലപാട് അങ്ങനെയല്ലല്ല. BJP നസ്രാണിയെ കൂട്ടിയിട്ടില്ലല്ലോ. അവർ നടത്തിയിട്ട് വല്ലതും കിട്ടിയ അവർ പറഞ്ഞോട്ടോ. നീ എന്നാ ആരാണ് ചോദിക്കുന്ന ആളാരാണ്? നിങ്ങൾ ഏതാണ്? എന്നാ ചോദിച്ചോട്ടെ. 3 ക്രിസ്ത്യാനികൾ മന്ത്രിയാക്കിയവർ. ആദ്യം അൽഫോൺസ് കണ്ട് തന്നാനം, അതിനുമുമ്പ് നമ്മുടെ PC തോമസ്, കണ്ണൻ താനം, പിന്നെ ഇപ്പൊരാൾ. എന്ത് റിസൾട്ട് കിട്ടി? പറ. ഇപ്പം തന്നെ എൻ്റെ സുഹൃത്ത് ആൻ്റണിയുടെ മകൻ അൽചന്ദ്രനുണ്ട്. ക്രിസ്ത്യാനികൾ പലരും ചേർന്നെങ്കിലും ആ ക്രിസ്തുവിനെ ആ വിഭാഗത്തെ നയിക്കുന്നത് മതനേതാക്കന്മാരാണ്. അത് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ക്രിസ്തു സമൂഹം അവരെ ഇതുവരെ തുറന്ന മനസ്സോടുകൂടി BJP ആയിട്ട് ചേർന്നിട്ടില്ല എന്നുള്ളത് നേരെ തന്നെയാണ്. അവർ ചേരണമെന്നുണ്ട്. അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പറേ അവർ ഭയപ്പെടുന്നുണ്ട്, അപ്പറേ ഒരു സംരക്ഷണം അവർക്ക് ഇത് ഉറപ്പ് കിട്ടുന്നുമില്ല. അങ്ങനെ അവർ സ്വർഗത്തിൽ നിൽക്കുന്നു. അവരെ കൂടെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം ആരിൽ നിന്നുണ്ടായാലും അവർ സ്വാഗതം ചെയ്യുന്നതാണ്. കത്തോലിക്ക സഭയുടെ അതൊന്നും എനിക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല. എൻ്റെ കൂടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. SNDPയിലെ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും
ഇവരുടെ ഒരു ഐക്യം ഉണ്ടാക്കി ഒരു വോട്ട് മേടിച്ചു കൊടുക്കാനോ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ ആശയ അഭിപ്രായങ്ങൾ പറയും. അതോടൊപ്പം തന്നെ ഞാനൊരു പാർട്ടിയിലും വാലായിട്ടോ ചൂലായിട്ടോ നിൽക്കില്ല. നമ്മൾ ചവിട്ടാനും തൊഴിക്കാനും ആര് വന്നോ അവർ അതേ നാണയത്തിൽ ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യും. അതിന് ഉറപ്പാണ്. സ്നേഹിക്കുന്നവരാരുണ്ടോ അവരെ സ്നേഹിക്കുകയും ചെയ്യും. അത് നിങ്ങളൊക്കെ തന്നെ പരത്തണമല്ലേ? അത് അയാൾക്ക് വട്ടാണ്. കാരണം അത് അയാളുടെ സ്വരം ഏതാണ്? അയാളുടെ മുസ്ലിം ലീഗിൻ്റെ സ്വരമാണ് അയാളത്. അയാളുടെ വായിൽ നിന്ന് വരുന്ന ആരുടെ സ്വരമാണ്? എല്ലാം ലീഗിൻ്റെ. അതിങ്ങനെ പറഞ്ഞ് അവരെ സൂചിപ്പിച്ച് നിർത്തേണ്ടത് എന്തിനാണ്? അയാളുടെ ഭാവിയിലെ കാര്യസാധ്യത്തിന്. അത് കാണാൻ പോണ പോരല്ലേ, ഇലക്ഷൻ കഴിയട്ടെ. 20 വർഷം മുൻപ് പലയിടത്തും വലിയ ഫ്ലെക്സുകളൊക്കെ ഉണ്ടായിരുന്നു രാമലക്ഷ്മണന്മാർക്ക്. അതുപോലെ ഇനിയും ഒരു ഫ്ലെക്സ് ഒക്കെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ പറയുന്നില്ല. രാമലക്ഷ്മണന്മാരല്ലല്ലോ ഇനിയിപ്പോൾ ലക്ഷ്യം. അത് അന്ന് രാമനും ലക്ഷ്മണനും ആ ലക്ഷ്യം നിന്ന് മാറിയല്ലോ. ഇന്ന് നായാടി തൊട്ട് നസ്രാണി വരെയാണ്. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ ആ ആശയമായിരുന്നുവെങ്കിൽ അതിപ്പോൾ കാലഘട്ടം അനുസരിച്ച് മുദ്രാവാക്യങ്ങൾ മാറി. പണ്ട് നായരുമായിട്ട് ഞങ്ങൾ യോജിപ്പില്ല എന്നല്ല, ഇപ്പോൾ അത് വേണ്ടെന്നല്ലേ ഇപ്പോൾ തീരുമാനം വന്നില്ലേ? വേണ്ട. കാഴ്ചക്ക് ഞാൻ അദ്ദേഹത്തെ പലരുമായിട്ട് കാണുന്നുണ്ട്. കാരണം പെരുന്നേൽ ചെല്ലണമെന്ന് അവർ ആവശ്യപ്പെട്ടാൽ പോവും. പെരുന്നേൽ ചെല്ലുന്നതിന് എനിക്ക് അത്ര അയിത്തൊന്നും എനിക്കില്ല. ചെല്ലണം കാണണമെന്ന് പറഞ്ഞാൽ പോരും. അദ്ദേഹത്തിന് അസുഖമായിരുന്നപ്പോഴും ഞാൻ വിളിച്ചിരുന്നു. അസുഖമായിട്ട് കാലിൽ നിന്ന് വീണില്ലേ, അപ്പോൾ ഞാൻ വിളിച്ചിരുന്നു. ക്ഷേമമൊക്കെ അന്വേഷിച്ചു, സന്തോഷമായിട്ട് സംസാരിച്ചു. എൻ്റെ ഒരു പ്രതിനിധി എന്ന് നേരിട്ട് സംസാരിച്ചു. ഒരു അകൽച്ച പരിഹരിച്ചു. കാരണം പഴയ ഒരു അകൽച്ച ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്കും തോന്നുന്നില്ലേ പഴയ ഒരു അകൽച്ച ഇന്നിപ്പോൾ NS നേതൃത്വത്തിന് ഇല്ല എന്ന്? ഐക്യത്തിൽ നാളെ അവരും വരുമോ ഉൾപ്പെടുത്താം. അവിടെ പൊതു അജണ്ടയിൽ അവരും കൂടെ വരണം. അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ അത് പൊതുവായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല. ഏതാണ്ട് മുസ്ലിം സമുദായത്തല്ല മുസ്ലിമിനെ ഭയപ്പെടുന്നുണ്ട് ക്രിസ്ത്യാനികൾ. അതിനെല്ലാം സംശയം ഉണ്ടാകും. ഞങ്ങൾക്ക് നിങ്ങളെല്ലാം മനുഷ്യനെ മുട്ടി നടക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാണ്. വളരെ ഭയന്നാണ് നിൽക്കണവർ. ഇവിടെ ഭയപ്പാടാണല്ലോ, ഭീകരതയല്ലേ പലയിടത്തും നടക്കുന്നത്. ഇത് എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങളൊക്കെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അതൊക്കെ നമുക്ക് മീഡിയയിലല്ല വിശദീകരിക്കേണ്ടത്. അതൊക്കെ നമുക്ക് പറയേണ്ട പാർട്ടി പറയാം. നമുക്ക് മീഡിയയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല അതൊന്നും.